നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല, കാർഷിക മേഖല സമ്പൂർണ്ണമായി തുറന്നു കൊടുക്കുന്നതിൻ്റെ നിയമങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് കർഷകർക്ക് ഗുണം ചെയ്യും എന്ന വാഗ്ദാനം തീർച്ചയായിട്ടും ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് ഇന്ത്യയിലെ അനുഭവവും ഇത് നടപ്പിലാക്കിയ മറ്റ് രാജ്യങ്ങളിലെ അനുഭവവും നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അതിനെപ്പറ്റി നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഭക്ഷ്യ പരമാധികാരത്തെ ഈ കോർപ്പറേറ്റുകളുടെ വരവ് എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 135 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയും എല്ലാവർക്കും വേണ്ട ഭക്ഷണം, ഭക്ഷ്യസുരക്ഷയും ഒപ്പം സുരക്ഷിതമായ ഭക്ഷണവും. എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ പോരാ, അത് ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള പോഷകസമ്പന്നമായ ഭക്ഷണമാകണം. അങ്ങനെ ഈ ഭക്ഷ്യ പരമാധികാരത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് നാം ഇവിടെ പ്രത്യേകമായിട്ട് ഇപ്പോൾ അറിയേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെയും കോർപ്പറേറ്റുകൾ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുന്ന അമേരിക്കയിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതായത് അവിടെ കാർഷിക മേഖലയിലെ ഇവരുടെ ആധിപത്യം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലോ കോൺട്രാക്റ്റ് എടുക്കുന്നതിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അവിടെ കർഷകർ ഉപയോഗിക്കുന്ന 60% വിത്തുകളും ഈ കർഷകർ വാങ്ങുന്നത് 2 കമ്പനികളിൽ നിന്നാണ്, ഡ്യൂപോണ്ടും മൊൺസാൻറ്റോയും. ഈ 2 കമ്പനികളുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ വിത്ത് മേഖല. ഏത് വിത്ത് എന്തു വിലയ്ക്ക് വിൽക്കണം എന്നവർ തീരുമാനിക്കും. അത് വാങ്ങുകയേ കർഷകർക്ക് നിവൃത്തിയുള്ളൂ. ആ വിത്തിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ കഴിക്കുകയേ ജനങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. ഇനി സോയ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം, ഒരു കാർഷിക വിഭവം അവിടെ ഉണ്ടാക്കുന്നത് മുതൽ അതിൻ്റെ വിതരണം വരെ നിയന്ത്രിക്കുന്നത് 3 കമ്പനികളാണ്. കാർഗിൽ, ADM, ബഞ്ച് എന്ന് പറയുന്ന ഈ 3 കമ്പനികളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് സോയയുടെ ഉൽപ്പാദനം. റീറ്റെയിൽ മേഖലയിൽ 60% 7-8 കമ്പനികളുടെ കയ്യിലാണ്. 45% റീറ്റെയിൽ മേഖലയിൽ നിയന്ത്രിക്കുന്നത് 5-6 കമ്പനികൾ മാത്രമാണ്. അമേരിക്കയുടെ ഈ കോർപ്പറേറ്റ് വൽക്കരണം മെക്സിക്കോയും കാനഡയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളും ഒക്കെ സ്വീകരിക്കാൻ നിർബന്ധിതമായതോടെ ലോകത്തിൻ്റെ തന്നെ ഭക്ഷ്യമേഖല, ആ ഉൽപ്പന്നങ്ങളുടെ 50%, കാർഷിക മേഖലയുടെ 50% നിയന്ത്രിക്കുന്നത് 3 കമ്പനികളാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മളുടെ ചിന്തകൾക്കപ്പുറത്ത് അതിശക്തന്മാരായി ഭൂമുഖത്തെ കാർഷിക വിപണിയെ നിയന്ത്രിക്കുന്നവരാണ് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ. ഇക്കാലം അത്രയും അവർക്ക് ഇന്ത്യൻ മണ്ണിൽ ശക്തമായി വേരോടാനുള്ള അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ കാർഷിക നിയമങ്ങളിലൂടെ അത് ആ സ്വപ്നം അവർ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഈ തരത്തിലുള്ള അധികാരം, ഭക്ഷ്യപരമാധികാരം ഇന്ത്യൻ ജനതയിൽ നിന്ന്, കർഷകരിൽ നിന്ന്, ഉപഭോക്താക്കളിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് കോർപ്പറേറ്റുകളിലേക്ക് വന്നാൽ അവർ പറയുന്ന വിലയ്ക്കായിരിക്കും കർഷകരുണ്ടാക്കുക, ആ വിലയ്ക്കായിരിക്കും കോർപ്പറേറ്റുകൾ വാങ്ങുക. ആ ഉൽപ്പന്നം എന്ത് ഭക്ഷണ സാധനമായി എങ്ങനെ മാറണം എന്നുള്ളതും കോർപ്പറേറ്റുകളായിരിക്കും നിർണ്ണയിക്കുക. അതിൻ്റെ പരിണത ഫലം ഒരു വശത്ത് ആഗോള ദാരിദ്ര്യവും മറുവശത്ത് ആഗോള പൊണ്ണത്തടിയും അനുബന്ധ രോഗങ്ങളുമാണ്. ലോകത്ത് 100 കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്നതിന് കാരണം ഈ കോർപ്പറേറ്റ് വൽക്കരണമാണ് കാർഷിക മേഖലയിലെ. കാരണം ആഫ്രിക്കയിലായാലും തെക്കേ അമേരിക്കയിലായാലും പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ കമ്പനികളാണ്. ഈ കമ്പനികൾക്ക് വേണ്ട വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ.
അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കയറ്റുമതി ചെയ്യുകയാണ് ആഫ്രിക്ക ചെയ്യുന്നത്. അപ്പോൾ പട്ടിണിയുടെ കാരണം മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ മറുവശത്ത് മെക്സിക്കോയിലായാലും അമേരിക്കയിലായാലും ഇപ്പോൾ ഇന്ത്യയിലായാലും ഈ തരത്തിലുള്ള കോർപ്പറേറ്റുകൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കാർഷിക വിഭവങ്ങൾ വാങ്ങുക മാത്രമല്ല, ഫാം ടു കിച്ചണാണത്. അങ്ങനെയാണ് നമ്മളുടെ പ്രധാനമന്ത്രി വരെ പറഞ്ഞത്, ഫാം ടു കിച്ചണാണ്. കൃഷിയിടത്തിൽ നിന്ന് അടുക്കള വരെ അവരെത്തും നമ്മുടെ. അങ്ങനെ അടുക്കളയിൽ അവർ നമുക്ക് കൊണ്ടേ തരുന്ന, നമ്മുടെ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന അവരുടെ ഭക്ഷ്യവിഭവങ്ങൾ കൊഴുപ്പും അന്നജവും കൃത്രിമ മധുരങ്ങളും മറ്റ് ചേരുവകളുമൊക്കെ ചേർന്ന ഈ വിഭവങ്ങൾ കഴിക്കുന്നതോടുകൂടി നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഈ ഭക്ഷണ രോഗങ്ങൾ അതിൻ്റെ പിടിയിലാകും ഇന്ത്യൻ ജനത സമ്പൂർണ്ണമായിട്ട്. ഇന്ന് തന്നെ ലോകത്ത് 200 കോടി ജനങ്ങൾ ഈ ഭക്ഷണ ശൈലിയുടെ ഇരകളായി രോഗാതുരമായ സമൂഹമായി ക്യാൻസറും വൃക്കരോഗവും പ്രമേഹവും പൊണ്ണത്തടിയും ഒക്കെ വന്ന് അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക തന്നെ വേണം ഈ സന്ദർഭത്തിൽ.